ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഈ വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മരുന്നുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് എന്തിനുള്ള മരുന്നാണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്കൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചി, നാരങ്ങ, വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ട് ഇരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വെള്ളം നമുക്ക് ചുമക്കും, കഫക്കെട്ടിന്, അതുപോലെ സൗണ്ട്, ഒച്ചടപ്പ് അതിനൊക്കെ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ ഇങ്ങനെ ഒച്ചടച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് വെള്ളം ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുക. അതൊക്കെ അരിയണ സമയത്താണ് എനിക്ക് ഓർമ്മ. നിങ്ങൾക്കും കൂടി ഒന്നത് കാട്ടിത്തരാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ആർക്കാ എപ്പോഴാണ് എന്താ ചുമയും ഇതൊക്കെ ഇങ്ങനെ വരിക നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതായി നുറുക്കിയ ഇഞ്ചി, നാരങ്ങയും വെളുത്തുള്ളി ഇതൊക്കെ ഞാനൊരു ഡവറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 വയസ്സ് 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ചുമ അങ്ങനെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് നമ്മളെ കരിഞ്ജീരകല്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണിപ്പോൾ. കരിഞ്ജീരകം, അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എത്ര പ്രായമുള്ളവർക്കും ഇത് കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട. ഞാൻ അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ടാണ് ഇപ്പോൾ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം നമുക്കിത് കൂടെ കുറച്ചുകൂടി വെള്ളമൊക്കെ നീട്ടിയിട്ട് അങ്ങനെ പാകത്തിനെടുത്ത് കുടിക്കാം. ഏതായാലും ഇത് ഞാനൊരു ദിവസം വെള്ളമൊക്കെ പറഞ്ഞു ഇനി അടുപ്പൊന്ന് കത്തിച്ച് ഇത് വേഗം വെക്കട്ടെ കേട്ടോ. അങ്ങനെ അത് തിളച്ച് കുറേയൊക്കെ വറ്റിക്കണു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് പാർന്ന് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പാരുമ്പോൾ പറയാൻ നല്ല രസമുള്ളൊരു മഞ്ഞ കളറ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാനിതായി വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ പുറത്ത് പോയിരുന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ. ഇത് അത്ര ടേസ്റ്റുള്ള വെള്ളമൊന്നുമല്ല, എന്നാലും ചുമക്കൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. നാരങ്ങയുടെ തൊലിയൊക്കെ ഇടുന്നതല്ല, അപ്പോൾ അത്ര വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനുള്ള ഇതൊന്നുമില്ല. എന്നാലും ചുമ കഫക്കെട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുടിക്കാം. അപ്പോൾ ഞാനിതങ്ങനെ പുറത്തിരുന്ന് കുടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വീഡിയോ എടുത്ത് തന്നതാണിത്. അപ്പോൾ ഏതായാലും ഞാനിത് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞൊക്കെ എനിക്ക് ടാങ്ക് കഴുകാൻ പോകണം. അപ്പോൾ ഞാനും തനിയും കുട്ടികളും കൂടി മേലേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ടാങ്ക് കഴുകാൻ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ചുമക്ക് നല്ല മരുന്നാണ്. ഇനി ഞങ്ങൾ ടാങ്ക് കഴുകാൻ പോട്ടെ. വടി മാത്രമേ അങ്ങനെ ഞങ്ങളിതാ മേലേക്ക് ഇങ്ങനെ വന്നിക്കണം കേട്ടോ. ടാങ്ക് ഒന്ന് കഴുകാൻ ഞാൻ പറഞ്ഞില്ലേ, ടാങ്ക് കഴുകണമെന്ന്. അപ്പോൾ അത് കഴുകാൻ വേണ്ടി ഇങ്ങനെ മേലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ടാങ്ക് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മറ്റോളം എത്തി നോക്കണം, നമ്മളെ ലൈവക്കുട്ടിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ ഈ ടാങ്ക് ഞങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ കഴുകും കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഇന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഈ തുടപ്പ് കണ്ടിട്ട് ഞാനും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത് ഞങ്ങൾ നിലം തുടക്കണ തുടപ്പല്ല. അപ്പോൾ അതിനായിട്ടൊരു തുണിയും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കാരണം നിലം തുടക്കാനായിട്ട് വേറെ നമ്മൾ എടുക്കൽ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതായാലും ടാങ്ക് കഴുകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരത്തുള്ളൂ കേട്ടോ ടാങ്ക് കഴുകാൻ പറ്റുക. കാരണം രാവിലെയൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്താണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതല്ല പറഞ്ഞു വരുന്നത്. വൈകുന്നേരത്താകുമ്പോൾ നമുക്ക് ചൂടിനൊക്കെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ആ സമയത്താണ് ഈ ടാങ്ക് സുഖമായിട്ട് കഴുകുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് റിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കളിച്ച് നടക്കുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെ ടാങ്ക് ഇതങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഇരുട്ടായും കൊണ്ട് വരുന്നുണ്ട്, മഹരിബിയുടെ സമയമൊക്കെ ആകാനായിക്കണു. അപ്പോൾ എന്നാൽ ഏതായാലും ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് വേഗം നമുക്ക് കഴുകി പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ തൻവി ഇങ്ങനെ ഏതായാലും ഒന്ന് വെള്ളം മുക്കി തരുന്നത് ഞാനിങ്ങനെ അത് പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5 മണി കഴിഞ്ഞ ശേഷമായിട്ട് ഞങ്ങളിങ്ങനെ മേലേക്ക് കയറിക്കണത്. കാരണം ആ സമയത്ത് ഇവിടെ മേലെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിലത്ത് നല്ല ചൂടാക്കാരം. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ചൂടല്ലേക്കാരം, അതുപോലെ വെയിലിൻ്റെ ചൂടും ഉണ്ടാവും. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷം പോയാൽ നല്ല കാറ്റുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കഴുകിയെടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് മേലേക്ക് കയറൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളത് ആ ടാങ്ക് ഇങ്ങനെ കഴുകണം. ഇവർ ഇവിടെ അപ്പുറത്ത് ഇങ്ങനെ ഓടിക്കളിക്കും ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ അധികം ടോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടല്ലോ സംസാരത്തിൻ്റെ ഇടയിൽ കയറിയിട്ട്. അപ്പോൾ എൻ്റെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനാ ഈ ഒരുപാട് എന്ന് പറയണതെന്ന്.
അതിപ്പോൾ നമ്മൾ ഓരോരോ നാട്ടിലേക്ക് ഓരോരോ വർത്തമാനങ്ങളല്ലേ. അതായത് ഞാൻ ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഇവിടെയുള്ളവർ അധിക പേരും സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ ടോ എന്ന് കയറി വരും. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ അങ്ങനെ ആ ശൈലിയിൽ വർത്തമാനം പറയാം. തൃശ്ശൂർ വേറൊരു ഭാഷ അങ്ങനെയില്ലേ. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ കയറി വരികയാണ് കേട്ടോ. അത് അപ്പോൾ നമ്മളെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ പറയണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ വർത്തമാനം പറയുമ്പോൾ എൻ്റെ ഇടയിൽ അങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ ടാങ്കൊക്കെ അവിടെ ഇങ്ങനെ നന്നായി വൃത്തിയായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഏതായാലും പുറം കൂടി ഒന്ന് വെറുതെ തുടച്ച് കൊടുക്കുകയാണ്. ഇതാ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തും ഉണ്ട് ഉമ്മക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കണം മോട്ടർ ഇടാൻ പറഞ്ഞിട്ട്. അങ്ങനെ മോട്ടറൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ അടപ്പൊന്ന് വെറുതെ കഴുകി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ടാങ്ക് കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റോലെ അവിടെ നിന്ന് വേണ്ട ഫോട്ടോ എടുക്കല കേട്ടോ. ഇട്ടത്താണെങ്കിലും ഫോട്ടോ എടുക്കുന്നത് നിന്നിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇതാ ബക്കറ്റും തുടപ്പൊക്കെ ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതാ പോവുകയാണ്. അതേപോലെ രണ്ടാളും ഇവിടെ നിൽക്കണു. പൊന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഇനി ഏതായാലും താഴത്തേക്ക് പോട്ടെ. അപ്പോൾ ഉമ്മക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ വിശക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ചെന്നോക്കട്ടെ. ഉമ്മ ചായയും സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ കോണി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു ഞങ്ങൾ പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. മറ്റുള്ള ഇതാ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ലൈബ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ അവിടെ കോണിൻ്റെ അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടോ ഞാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഒരു അങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ അവൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വിശന്നിട്ടാണ് അവളാ പോണത്. അപ്പോൾ ഏതായാലും ഇതാ സേമിയ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അതുപോലെ ലൈക്ക് ചെയ്ത് കാണുന്നു കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.